ശരു, അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊഞ്ഞാലോ? അതെന്താ? ആടാനുള്ളതാ, നല്ല രസമാ. രണ്ട് വള്ളിയിൽ കമ്പ് കെട്ടി വെക്കും, എന്നിട്ട് മരക്കൊമ്പിൽ കെട്ടും. അതിലിരുന്ന് ആടാൻ നല്ല രസമാ. ഹായ്, എനിക്കും ആടണം. എപ്പോഴാ കെട്ടുക? അച്ഛൻ പുറത്തു പോയിരിക്കുക, വന്നിട്ട് വേണം. ശരു, നമുക്ക് തന്നെ ഊഞ്ഞാൽ കെട്ടിയാലോ? ഈ കമ്പിൽ വള്ളി കെട്ടാം. ഇനി നീ ഇത് മരക്കൊമ്പിൽ കെട്ടണം. കെട്ടാം. സൂത്ര, ഒന്നിങ്ങു വാ, അമ്മ വിളിക്കുന്നു. നീ കെട്ടിക്കോ, ഞാൻ വേഗം വരാം. ശരു, കെട്ടിയോ? കെട്ടി. ശരിയാ, നല്ല രസമാ ഇങ്ങനെ ആടാൻ. സൂത്ര, ആ കടിയൻ വല്ലാതെ ഇടിച്ചോ? ഈ ആഴ്ചയെങ്കിലും ഇടിയില്ലെന്ന് വിചാരിച്ചതാ. ചത്താലും മതിയായിരുന്നു. പ്രേതമായിട്ട് ചെന്ന് അവനെ തട്ടാമല്ലോ. എടോ ശരു, അത് തന്നെ വഴി, പ്രേതമാകാം. അയ്യോ, താൻ ചാകാൻ പോവുകയാണോ? അല്ലടോ മണ്ട, ഞാൻ ഇടികൊണ്ട് ചത്തുന്ന താൻ കടിയനോട് ചെന്ന് പറയണം. എന്നിട്ട് രാത്രി ഞാൻ വെള്ള പെയിന്റൊക്കെ അടിച്ച പ്രേതമായിട്ട് ചെല്ലും. മൂപ്പര് പേടിച്ച് കാട് വിടും. താൻ വേഗം കടിയന്റെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് വേറെ ചിലരെ കാണണം. ആ വെള്ള പെയിന്റ് ഇത്രയും മതിയാവും. ഞാൻ ഈ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നിങ്ങൾ ചുറ്റും പറക്കണം ഒരു എഫക്റ്റിന്. ചേട്ടൻ ഒളിച്ചിരുന്ന മരം പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കണം. നമ്മളെക്കാൾ തലതിരിഞ്ഞാണല്ലോടോ ഈ കുറുക്കച്ചാറ്. താൻ ചത്ത കാര്യം കടിയനോട് നന്നായി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു ശബ്ദം? ഇത്രയും വലിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ചേട്ടാ, ഒരു കൈ കൂടി നോക്കിയാലോ? ഞാൻ റെഡി. ഈയിടെയായി കാട്ടിൽ നമുക്കത്ര പേരില്ല. നമ്മുടെ പഴയ പേരിന് എന്തു പറ്റി? അതല്ലടോ, പേര് മോശമാണെന്ന്, നമുക്ക് പ്രശസ്തി കുറവാണെന്ന്. കാടിന് ഗുണമുള്ളത് പലതും ചെയ്താലേ കാര്യമുള്ളൂ. ഐഡിയ, ഇവിടെ ഒരു പാലം പണിയാം, എന്നിട്ട് എന്റെ പേരും കൊടുക്കാം. പേരിടാനോ? അത് മോശമല്ലേ? അതിനെന്താ കുഴപ്പം? താനല്ലേ മുമ്പ് പറഞ്ഞത് കാട്ടിൽ പേര് മോശമാണെന്ന്. മതി, ചാടിക്കിടക്കാൻ പറ്റാത്തവർക്ക് ഒരു സഹായം, അത്രേ ഉള്ളൂ. ഇനി എന്റെ പേര് എഴുതി വെക്കണം. അത് മാത്രം പോരാ, മാക്സിമം പരസ്യം കൊടുക്കണം. ഹിഹി. പോയിവാൾ തോടിന് കുറുകെ സൂത്രം പാലം. എടോ, എനിക്കൊരു ടെൻഷൻ. വല്ല ആനയോ പോത്തോ കയറിയാൽ പാലം പൊളിയുമോ? കേറ്റി നോക്കിയാലോ? വേണ്ടാടോ മണ്ട, പൊളിയും ഉറപ്പാ. റിസ്ക് എടുക്കണ്ട, താൻ പോയി പാലം പൊളിച്ചു മാറ്റ്. ഫേമസ് ആൻ വേറെ വഴി നോക്കാം. സൂത്രനകത്തുണ്ടോ? ഇറങ്ങി വാടോ. ആരോ ഉപകാരത്തിന് പണിത പാലം താൻ പൊളിക്കുമല്ലേടോ? പിന്നെ ഞങ്ങളാണോ? താൻ പാലം പൊളിച്ചെന്ന് തന്റെ ഫ്രണ്ട് ഷേരു തന്നെ കാട് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ട്. പാലം പൊളിച്ച കാര്യവും മാക്സിമം പരസ്യം ചെയ്തതാ. കാട് അവസാനം വന്നേ. അമ്മോ, കാട് അവസാനിക്കാൻ പോകുന്നേ. അതാരാ നിലവിളിക്കുന്നത്? ഓടിക്കോ, കാട് അവസാനിക്കുകയാണെന്ന്. സത്യമാണോ? കാട് അവസാനിച്ചോ? പിന്നെ അവസാനിച്ചെങ്കിൽ പിന്നെ നമ്മൾ എവിടെയായി നിൽക്കുന്നത്? താൻ വാ, ആരാ നിലവിളിച്ചതെന്ന് അറിയണം. തനിക്ക് നിർബന്ധമാണോ? ഒരപ്പൂപ്പനാന കുഴിയിൽ വീണ് കിടക്കുന്നു. പേടിച്ചോടി വീണതായിരിക്കും അല്ലേ അപ്പൂപ്പ? പേടിച്ചോടിയോ? ആര്? കാട് അവസാനിച്ചെന്ന് ആരോ കരഞ്ഞു. അത് കേട്ട സകലരും പേടിച്ചോടി. ഓ, അതാണോ? എന്താ അപ്പൂപ്പന ഒരു ചമ്മല്? അതെ, കരഞ്ഞത് ഞാനാ മക്കളെ. കുഴിയിൽ വീണ തലയിടിച്ച ഷോക്കിൽ തോന്നിപ്പോയതാ കാട് അവസാനമായെന്ന്. അത് ശരി, അപ്പൂപ്പൻ ഏതായാലും കാടിനെ ഒന്ന് വിറപ്പിച്ചു. ശരിയാ, ഇപ്പോഴും വിറ മാറിയിട്ടില്ല, കണ്ടില്ലേ? എന്നെ എന്നാ പിടിച്ചു കയറ്റാൻ ആരെങ്കിലും കിട്ടുമോ? നോക്കിയിട്ട് വരാം. ഒരൊറ്റ ആനയും ഈ പ്രദേശത്തില്ല. സകലതും പേടിച്ചോടി. മണ്ണുകുറെ തുറന്നു മാറ്റാമെന്ന് വെച്ചാൽ എലികളെയും കിട്ടാനില്ല. പേടിച്ചോടി. അയ്യോ, ഇനി എന്തു ചെയ്യും? അപ്പൂപ്പനെ രക്ഷിക്കാൻ ഇനി കാട്ടുമുത്തപ്പനേ ഉള്ളൂ. കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്ത്. ഇതാണോ കാട്ടുമുത്തപ്പൻ? ഞാൻ കാട്ടുമുത്തപ്പന്റെ അസിസ്റ്റന്റാ. കാട്ടുമുത്തപ്പൻ വരില്ല. കാട് അവസാനമായെന്ന് ആരോ പറഞ്ഞത് കേട്ട അങ്ങനെ വേറെ കാടിന്റെ മുത്തപ്പനാകാൻ പോയി. ഇത്തരം ചെറിയ ചെറിയ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഞാനൊരു മിടുക്കനാ. ഞങ്ങൾക്ക് ആ കടിയനെ ഒന്ന് വേദനിപ്പിച്ചു വിടണം, അത്രേ വേണ്ടു. എങ്കിൽ ഇത് മതിയാകും. എന്റെ കണ്ടുപിടുത്തമാ. കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാനൊരു മിടുക്കനാ. ഈ കുടലിൽ ഈ കായ തിരികെ വെച്ച് ഈ അറ്റം വായിൽ വെച്ച് ഊതുക. കായ ടപേന്ന് തെറിച്ച ശത്രുവിന്റെ മേൽ കൊള്ളും. സിമ്പിൾ. അത് മതി, ഒളിച്ചിരുന്ന് ആക്രമിക്കാം. ഒരു മിനിറ്റ്. കായ കുറച്ച് അകത്തേക്ക് തള്ളി വെക്കണം. അത് പറയാൻ വിളിച്ചതാ. ഒരു മിനിറ്റ്. ഊതുമ്പോൾ തീ കൊടുത്താൽ ഊതുന്നത് പോലെ ഊതണം, തീ കത്തിക്കാൻ ഊതുന്നത് പോലെയല്ല. കടിയന്റെ ഗുഹയുടെ പിന്നിലെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന കുഴലൂതാം. ഊതുന്ന കാര്യത്തിൽ ഞാൻ മിടുക്കനാ സൂത്ര. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. കുഴലൊന്ന് നനച്ചിട്ട് വേണം കായ തിരികെ ഊതാൻ, കേട്ടോടാ. ഇതാര് പറഞ്ഞു? ഇത് പറയാൻ പിന്നാലെ വന്നപ്പോഴേക്കും നിങ്ങൾ പോയി. ഏതായാലും ഇവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.